എല്ലാവർക്കും നമസ്കാരം. ഞാൻ അധികം സംഘടനയില്ല, പെട്ടെന്ന് തന്നെ തീർക്കാം. ആദ്യം തന്നെ പറയാം, ഈ നോവലിൽ എഴുതാനുണ്ടായ കാരണങ്ങൾ. ഇതിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഞാൻ എല്ലാവരും പരിചയപ്പെടുകയും ചെയ്തു. അതിൽ അജിത്ത് എന്നുള്ളൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അങ്ങനെ അജിത്ത് എന്നുള്ളൊരു മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ട്. അയാൾ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഇവിടെ ഇല്ല. അയാൾ അമേരിക്കയിലേക്ക് തിരിച്ചുപോയി. പക്ഷേ കഥയിൽ പറഞ്ഞിരിക്കുന്നത് അയാൾ കൊച്ചിയിൽ സെറ്റിൽ ചെയ്തു എന്നാണ്. പക്ഷേ കൊച്ചിയിൽ സെറ്റിൽ ചെയ്യാൻ അയാൾക്ക് പറ്റിയില്ല. പ്രധാന കാരണങ്ങൾ അതിൻ്റെ രാഷ്ട്രീയപരവും ഒക്കെയാണ് അയാൾക്ക് കൊച്ചിയിൽ സെറ്റിൽ ചെയ്യാൻ പറ്റാതിരുന്നത്. ബിസിനസ് തുടങ്ങാൻ പറ്റാതെ അയാൾ US തിരിച്ചു പോവുകയുണ്ടായത്. അവിടെ അയാളുടെ 75% വസ്തുക്കൾ അയാൾ ദാനം ചെയ്തു. അത് കോടികൾ വരും. അയാൾ ഇപ്പോഴും അവിടെ ഇരിക്കുന്നു. പിന്നെ അതിലൂടെ ജിത്തിൻ്റെ ക്യാരക്ടർ. അങ്ങനെ ഒരു ഫ്രണ്ട് എനിക്കിവിടെ ഉണ്ടായിരുന്നു. അയാൾ കൊച്ചിയിലല്ല പോയത്, അയാൾ സത്യത്തിൽ പോയത് കണ്ണൂരിലാണ് പോയത്. പക്ഷെ ഞാൻ കഥയിൽ പറഞ്ഞിരിക്കുന്നത് കൊച്ചിയിൽ നിന്നാണ്. അങ്ങനെ ആശുതോഷ് എന്ന് വേണം പറയാനാണ് സുധാ മേഡം പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്. അപ്പോൾ അതിൽ കുറേ ക്യാരക്ടറുകൾ ഉള്ളത് തന്നെയാണ് ഞാൻ പരിചയപ്പെട്ടതാണ്. പക്ഷെ പല സംഭവങ്ങളും കോർത്തിണക്കിയാണ്. ഇപ്പോൾ അതിൽ ഞാൻ ബിസിനസ് മാനേജ്മെന്റ് പഠിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഒരു സബ്ജക്റ്റ് ഉണ്ട്, ബിഹേവിയർ സ്റ്റഡി എന്ന് പറഞ്ഞിട്ട്. ഒരാൾ ഇപ്പം സന്ദീപ് പറഞ്ഞു ഞാനൊരു സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ് എൻ്റെ ഫീൽഡ്. അത് ശരിയാണ്. അതിൽ സബ്ജക്റ്റ് ബിഹേവിയർ സ്റ്റഡിയിൽ നമ്മൾ ഒരാളെ കണ്ടാൽ നമ്മൾ തീരുമാനിക്കണം, ഡിസൈഡ് ചെയ്യാൻ പറ്റണം അയാൾ നമ്മുടെ പ്രൊസ്പെക്റ്റീവ് കസ്റ്റമറാണോ ഇല്ലയോ എന്നുള്ളത്. അത് കസ്റ്റമർ നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ മിക്കവാറും 50% പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ പറ്റാതാവുന്നു, ഫെയിലിയർ ആവുന്നു എന്നാണ് നമ്മൾ പറയാറ്. അപ്പോൾ നമ്മൾക്ക് അതൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് സെയിലിൻ്റെ പെർസെൻറ്റേജ് ചാൻസ് കൂടുന്നു. അതാണ് വസ്തുത. അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഞാൻ അങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പണ്ട് മുതൽ തന്നെ ഒരാളെ കണ്ടാൽ അയാൾ എങ്ങനെയിരിക്കുന്നു, അയാളുടെ സ്റ്റാറ്റസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, എങ്ങനെയിരിക്കുന്നു നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊക്കെ 100% ശരിയാവണമെന്നില്ല. ഇപ്പോൾ നമ്മളിപ്പം ഡൊമിനിക് എന്ന സിനിമയെ കണ്ടു കാണും. നിങ്ങൾ ഒരാൾ കയറിയതിനകത്ത് മമ്മൂട്ടി ആ പയ്യനോട് ചോദിക്കുന്നു, സുരേഷ് ഗോപിയുടെ മകൻ വരുന്നുണ്ടല്ലോ, ഇന്റർവ്യൂവിൽ വരുന്നുണ്ട്. അപ്പോൾ അവനെ നോക്കിയിട്ട് പറയുന്നു, നീ അനീനെ സെലക്ട് ചെയ്യും, ഇന്റർവ്യൂ ചെയ്യുന്നതിന് മുന്നേ സെലക്ട് ചെയ്യുന്നു. അവൻ്റെ ഡ്രസ്സും ആറ്റിറ്റ്യൂഡും പിന്നെ കയ്യിലിരിക്കുന്ന ഉപകരണങ്ങൾ നോക്കിയിട്ട് അവൻ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. അവൻ സമ്പന്നനാണ് എന്നുള്ളത് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണ് അവൻ സെലക്ട് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് മാനുവൽ റീഡിങ് ചെയ്യുന്നത് അവരുടെ ഫിസിക്സ് നോക്കി ചെയ്യാൻ പറ്റണമെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന നമ്മുടെ കൃഷി. അപ്പം ചിലവർക്ക് ചില കഴിവുകൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. പ്രത്യേകിച്ചും ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്ക് തീർച്ചയായും അതിനാണ് അവരുടെ ഈ ട്രെയിനിങ് കൊടുക്കുന്നത്. പല കാര്യങ്ങളും അവർ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അവർക്കറിയാം അവർക്ക് ഇഷ്ടപ്പെടുന്ന ഫീൽഡ് ഏതാണ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷനാണോ അല്ലെങ്കിൽ ഏതാണെന്ന് എന്നത് അവർക്ക് അങ്ങനെയാണ് ഡിസിഷൻ എടുക്കുന്നത്. അങ്ങനെ വേറെ കാര്യം, ഞാൻ സെൻസർ ബോർഡ് കഴിഞ്ഞ ഒരു വർഷത്തിൽ കൂടുതലായി ഞാൻ സെൻസർ ബോർഡിൽ മെമ്പറാണെന്ന് എല്ലാവർക്കും അറിയാം, അഡ്വൈസറി മെമ്പർ. അപ്പം നമ്മളൊരു സിനിമ കാണുന്ന സമയത്ത് അതിൻ്റെ എല്ലാ ഫ്രെയിമും നമ്മൾ നോക്കിയിട്ടിരിക്കുന്നു. അതിൽ ഒരു കോർണറിൽ ഒരു നമ്മുടെ നാഷണൽ ഫ്ലാഗ് ഇരുന്നാൽ തന്നെ അത് കറക്റ്റ് പൊസിഷനാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷേ അത് 2 സെക്കൻഡ് ആയിരിക്കാം, അത്രേ ഉണ്ടാവുള്ളൂ സീൻ. അതുപോലെ ഒരു കാറിൻ്റെ നമ്പർ, അയാളിപ്പം ഈടെ കണ്ട ഒരു സിനിമ എക്സാമ്പിൾ എടുക്കാം. ആ കാറിൻ്റെ നമ്പർ TN തുടങ്ങിയിട്ട് ലാസ്റ്റ് 5455 ആണ് ആ നമ്പർ. അത് ആക്ച്വലി വില്ലൻ കൊണ്ടുവരുന്ന വണ്ടിയായിരുന്നു ആ കാർ, ഇന്നോവ. ഓക്കെ, പിന്നീട് ആ വണ്ടിയിൽ ആ കാറിൽ വേറൊരു പാർട്ടി വരുന്നതായി കാണിക്കുന്നുണ്ട്, അതേ നമ്പർ. അത് പലരും ശ്രദ്ധിച്ചു കാണില്ല. നമ്മൾ അത്രയും മൈന്യൂട്ടായി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പം നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ കാരണം, ഒരാൾ നമ്മൾ അടുത്തിരിക്കുന്നത് ഇപ്പോഴത്തെ ബസ് നമ്മുടെ മൊബൈലിലൊക്കെ കാണുന്ന ഇതിലുണ്ടോ റീൽസ്, ഒരു പെൺകുട്ടി അടുത്തിരിക്കുന്നു, വേറെ ആളുകൾ അടുത്തിരിക്കുന്നു, അത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അത്രത്തോളം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അടുത്തിരിക്കുന്ന ആളുടെ ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അത്രയും നമ്മൾ വിജിലൻ്റ് ആയിരിക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഇപ്പോഴും വരുന്ന കുട്ടികൾക്ക് ആ വിജിലൻസ് ഉണ്ട്, അവർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ട്രെയിനിങ് സ്കൂളുകളിൽ കൊടുക്കുന്നു. ഇപ്പം ടീച്ചർമാർ ഇവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് അറിയാം കുട്ടികളെ എന്തൊക്കെ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഒരുപാട് ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നു. നിങ്ങൾ എങ്ങനെ പ്രതികരിക്കണം, എങ്ങനെ
അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മോട് സംസാരിക്കാൻ വരുന്ന ആൾ എങ്ങനെയാണ് നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നത്, അതിനനുസരിച്ച് നിങ്ങൾ പ്രതികരിക്കണം എന്ന് നമ്മൾ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇപ്പം പറഞ്ഞു ഞാൻ 100ഓളം കഥകൾ എഴുതിയിട്ടുണ്ട് ഇപ്പോഴും. അത് 100 സെഞ്ചുറി നമ്മൾ സെലിബ്രേഷൻ ചെയ്യാനില്ല പറഞ്ഞത്. ആ കഥകളിൽ എല്ലാം മിക്കവാറും ഒരു 80% കഥകളിലും കുട്ടികളാണ് അതിൽ കഥാപാത്രങ്ങൾ, അല്ലെ പെൺകുട്ടികളായിരിക്കാം, കുട്ടികൾ. ലേഡീസ് ക്യാരക്ടർ ഒരുപാടുണ്ട്. അതെന്തുകൊണ്ട് അത് എനിക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അങ്ങനെയല്ല, ഞാൻ കാണുന്ന മുഖങ്ങൾ അങ്ങനെ ഒരുപാട് ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ കുട്ടികളുടെ കഥകൾ കൂടുതൽ വന്നിരിക്കുന്നത്. ഈ 100 കഥകളിൽ ഏതാനും കഥകൾ ഇൻവെസ്റ്റിഗേഷൻ കഥകളും ഉണ്ട്. അത് ഇൻവെസ്റ്റിഗേഷൻ ഞാൻ വീണ്ടും അതിലേക്ക് പോകുന്നതുകൊണ്ടായിരിക്കും, എൻ്റെ ശ്രദ്ധ അങ്ങനെ പോകുന്നതുകൊണ്ടായിരിക്കും ഉണ്ടാവുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഇവിടെ പറഞ്ഞു, ഹരിയേട്ടൻ പറഞ്ഞു ഇപ്പൊ പുതിയൊരു അവാർഡ് കിട്ടില്ല. അത് ഇന്നലെ ഡിസൈഡ് ചെയ്ത് ഇന്ന് രാവിലെയാണ് എനിക്ക് അവരെ അനൗൺസ് ചെയ്തത്. അത് 1-ാം തീയതിയാണ് അതിൻ്റെ അവാർഡ് സെറമണി. അതിന് പോകണമെന്നാണ് അവർ പറയുന്നത്. 2025 എന്നുള്ള വർഷം ഞാൻ 4 പുസ്തകങ്ങൾ കഴിഞ്ഞ വർഷം 4 പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. 2 പുസ്തകം ഞാൻ തന്നെ പബ്ലിഷ് ചെയ്തു, 2 പുസ്തകങ്ങൾ വേറെ അവർ പബ്ലിഷ് ചെയ്തു. 2 പുസ്തകങ്ങൾ ഞാൻ പബ്ലിഷ് ചെയ്തത് ആദ്യം ഫെബ്രുവരിയിൽ ഇവിടെ തന്നെ പബ്ലിഷ് ചെയ്ത 2 പുസ്തകങ്ങൾ ഓക്കെ എനിക്കൊരു നല്ലൊരു ഓപ്പണിംഗ് ആയിരുന്നു എനിക്ക് തന്നിരുന്നത്. പിന്നെയാണ് എനിക്ക് സുഖമില്ലാതെ, ഞാൻ സുഖമില്ലാതെ അന്ന് വന്നിരുന്നത് തന്നെ. അത് കഴിഞ്ഞ് എനിക്ക് സാമ്പത്തികമായിട്ട് ഞാൻ പുസ്തകം വിറ്റാണ് എനിക്ക് അതിൻ്റെ റവന്യൂ വരുള്ളൂ. ഞാനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് അതിൻ്റെ കാര്യം പറയല്ല. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഓഗസ്റ്റിൽ വേറെ 2 ബുക്കുകൾ, ഇംഗ്ലീഷിലെ ചെറുകഥാ സമാഹാരവും പിന്നെ സുലോഷമ ഡയറിയും ഇറക്കുന്നത്. സുലോഷമ ഡയറി ഇറക്കുന്ന സമയത്ത് ഓക്കെ അവർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞു, അവർ മാർക്കറ്റ് ചെയ്യും, പ്രൊമോഷൻ ചെയ്യും, അവർ ഇന്നടത്തേക്ക് എവിടേക്ക് എത്തിക്കുന്നൊക്കെ മോഹന വാഗ്ദാനങ്ങളൊക്കെ തന്നിരുന്നു. അതിലൊക്കെ വേണ്ടിയിട്ടാണ് ഞാനത് അവർക്ക് പബ്ലിഷ് ചെയ്യാൻ കൊടുക്കുന്നത്. അല്ലെങ്കിൽ വേറെ പബ്ലിഷർമാരുണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്ക് പബ്ലിഷ് ചെയ്യാൻ കഴിയാതിരിക്കുകയും ചെയ്യണം. എന്നാലും ഞാൻ വേറെ എൻ്റെ ഹെൽത്ത് വൈസ് എനിക്ക് കഴിയാത്തതുകൊണ്ടാണ് ഞാനത് അവരെ സമീപിച്ചത്. അവർ പബ്ലിഷ് ചെയ്ത പുസ്തകം അവർക്കാണ് കൂടുതൽ ബെനിഫിറ്റ്, അവർക്കാണ് അതിൻ്റെ മാർജിനും. കൂടാതെ അവരുടെ ഒരു മാഗസിൻ ഉണ്ട്. ആ മാഗസിൻ്റെ അതിൻ്റെ എഡിറ്റർ തന്നെയാണ് ആ മാഗസിൻ്റെയും എഡിറ്റർ. ഒരുപക്ഷെ ബുക്ക് പബ്ലിഷിങ്ങിൻ്റെ എഡിറ്റർ വേറെ ആകാം, അല്ലെങ്കിൽ മാഗസിൻ്റെ പബ്ലിഷിംഗ് എഡിറ്റർ വേറെ ആകാം. ഇതെല്ലാം ഒരേ ടീം തന്നെയാണ്. അവരുടെ ബുക്ക് അവരുടെ മാഗസിനിൽ പബ്ലിഷ് ചെയ്യാൻ, അവരുടെ മാഗസിനിൽ അഡ്വർടൈസ്മെന്റ് കൊടുക്കാൻ ഞാൻ കാശ് കൊടുക്കണം. അങ്ങനത്തെ അവസ്ഥയാണ്. അതാണ് അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ പുസ്തകമാണത്, നിങ്ങൾക്കാണ് കൂടുതൽ ഷെയർ കിട്ടുന്നത്, നിങ്ങൾക്കാണ് കൂടുതൽ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. ഞാൻ 500 കോപ്പി പ്രിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ 600 കോപ്പി 700 രൂപ അതിൽ കൂടുതലോ പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും. രജിത്തിന് എക്സാമ്പിൾ പറയും. നമ്മളോട് പറയുന്ന കോപ്പികളെല്ലാം അവർ പ്രിന്റ് ചെയ്യുന്നത്, അതിൽ കൂടുതൽ അവർ പ്രിന്റ് ചെയ്യും. ബുക്ക് കൊള്ളാവുന്നതാണെങ്കിൽ അവർ വായിക്കാതെ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യില്ലല്ലോ. അവർ വായിച്ചിട്ട് ഒക്കെ ഇതിനൊരു വാല്യൂ ഉണ്ട്, ആൾക്കാർ വായിക്കും എന്ന് അറിയുന്നതുകൊണ്ടാണ് അവർ ആ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുന്നത്. ഒരു തല്ലിപ്പൊടി ബുക്കാണെന്ന് അവർ എന്തായാലും എടുക്കില്ല. അപ്പൊ അവർക്കറിയാം ഈ കോപ്പി അവർക്ക് ഓക്കെ കഥാകാരന് 500 കോപ്പിയാണെങ്കിൽ നമുക്ക് 600 കോപ്പി പ്രിന്റ് ചെയ്യാം, 700 കോപ്പി പ്രിന്റ് ചെയ്യാം. ഇതിന് സീരിയൽ നമ്പർ ഇല്ല. അപ്പൊ അതുകൊണ്ട് എത്ര കോപ്പി പ്രിന്റ് ചെയ്യാൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് അവർ അത് പബ്ലിഷ് അവർ എത്ര കോപ്പി പ്രിന്റ് ചെയ്യുന്നത് ഇപ്പോഴും എനിക്കറിയില്ല. അങ്ങനെ അവർ നമ്മളോട് പറയും ഓൺലൈൻ നമുക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് എഴുത്തുകാർക്കെല്ലാം ഉപകാരപ്പെടുന്നത്. ലോഗിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് അവർ കയറും. നമ്മൾ എത്ര ബുക്കാണ് അവർ പ്രിന്റ് ചെയ്തത്, എത്ര ബുക്ക് വിറ്റു, ഓൺലൈൻ വിറ്റത്, അവർ വിറ്റത്, അതിന് കണക്കൊക്കെ അതിൽ കാണാമെന്ന് അവർ പറയും. അതെല്ലാം മോഹന വാഗ്ദാനങ്ങൾ. അതെല്ലാം എഴുത്തുകാരെ എങ്ങനെ ചൂഷണം ചെയ്യുക എന്നുള്ളതാണ്. എന്നതിൽ അവർക്ക് ഡോക്ടറേറ്റ് ഉണ്ട്. അതാണ് സത്യം. അത് നമ്മൾ ഇയാൻ പാട്ടുകളെ പോലെ വെളിച്ചത്തിൽ ചെന്ന് ചാടുകയും ചെയ്യും. രമേശിക്കും എക്സ്പീരിയൻസ് ആണ്. അപ്പം പ്രിന്റ് ഔട്ട് ഓർഡർ എന്നൊരു സംഭവമാണെങ്കിൽ ഓക്കെ 200 രൂപയുടെ വില, 200 രൂപയുടെ പുസ്തകം നമ്മളത് പ്രിന്റ് ഔട്ട് ഓർഡർ ഒരുപക്ഷെ 150 രൂപ കൊടുക്കേണ്ടി വരുമായിരിക്കും. എന്നാലും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്കൊക്കെ പെർസെൻറ്റേജിന്റെ കണക്കൊന്നും വരുന്നത് നമ്മുടെ പുസ്തകം നമ്മൾ കാശ് കൊടുത്ത് പറയേണ്ട അവസ്ഥയിൽ വരുന്നുണ്ട്. നമ്മളുടെ പുസ്തകം, നമ്മുടെ സ്വന്തം പുസ്തകം, നമ്മൾ എഴുതിയ പുസ്തകം നമ്മൾ കാശ് കൊടുത്ത് വാങ്ങണം. അങ്ങനത്തെ സ്ഥിതിയാണ്. എന്നിട്ട് അതിന്റെ ചോര കുടിക്കുന്നത് അവർ ചോര കുടിക്കുന്നുണ്ട്, അത് പബ്ലിഷർമാർ. അങ്ങനത്തെ സിറ്റുവേഷനിൽ നിന്ന് വേർതിരിഞ്ഞുകൊണ്ടാണ് ഞാൻ തന്നെ പബ്ലിഷ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. സലീം സാർ മുന്നേ
പബ്ലിഷ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരുന്നത്. പബ്ലിഷ് ഓക്കെ, നിങ്ങൾ തന്നെ പബ്ലിഷ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താണ് ലാഭം? ഓക്കെ, അതും ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ 200 രൂപ MRP ഉള്ള പുസ്തകങ്ങൾ നിങ്ങൾ 200 രൂപയ്ക്ക് വിൽക്കുന്നു, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഒക്കെ സീസണൽ ഡിസ്കൗണ്ട് ആയിട്ട് 20 രൂപ ഡിസ്കൗണ്ട് കൊടുത്ത് 150 രൂപ വിൽക്കുന്നു. നിങ്ങൾക്ക് ആ ബുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടാൻ നിങ്ങൾക്ക് 80 രൂപ 60 രൂപ 70 രൂപ നിങ്ങൾ ചെലവാക്കുന്നുള്ളൂ പ്രിന്റിംഗ് കോസ്റ്റ്. പിന്നെ നിങ്ങൾക്ക് 30 രൂപ നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലമായിട്ട് നിങ്ങൾ അത് വെച്ചോളൂ. എന്നാൽ നിങ്ങൾക്ക് 150 രൂപ വിറ്റാൽ നിങ്ങൾക്ക് പിന്നെയും ലാഭമാണ്. ഒരു 60 രൂപ 70 രൂപ നിങ്ങളുടെ കയ്യിൽ കിടക്കും. അപ്പൊ നമ്മൾ 500 കോപ്പി പ്രിന്റ് ചെയ്താൽ 300 കോപ്പി അല്ലെങ്കിൽ 250 കോപ്പി പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രേക്ക് ഈവൺ ആയി. നിങ്ങൾ ബ്രേക്ക് ഈവൺ ആയാലും നിങ്ങൾക്ക് അടുത്ത പുസ്തകം ധൈര്യത്തിൽ ഇറക്കാമല്ലോ. ഈ കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ചെയ്താലേ നിങ്ങൾക്ക് ഇതുകൊണ്ട് എഴുത്തുകൊണ്ടും ഫലം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് ഉയർന്ന തലങ്ങളിൽ ഉയർന്ന ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബുക്ക് അപ്രണ്ടായിട്ട് വാങ്ങാനുള്ള ആൾക്കാരുണ്ടായിരിക്കും, ലക്ഷങ്ങൾ തന്ന് വാങ്ങാനുള്ള ആൾക്കാരുണ്ടായിരിക്കും. അത് എത്ര പെർസെൻറ്റേജ് ഉണ്ടാവും? എനിക്ക് തോന്നുന്നില്ല 0.1% ഉണ്ടാവുമല്ലോ. അത്ര ആൾക്കാരുടെ പുസ്തകങ്ങളെ ഏത് പബ്ലിഷറും പൈസ കൊടുത്ത് അപ്രണ്ട് പൈസ കൊടുത്തിട്ട് പറയുന്നുള്ളൂ. നമ്മളൊരു സിനിമയിലുണ്ട്, സൂര്യമാനസല്ല തിലകൻ എഴുത്തുകാരനായിട്ട് ഒരു സിനിമയുണ്ട്. അതിൽ ഗീതയാണ് അതിൽ നായികയായിട്ടുള്ളത്. അപ്പം ഇന്നസെന്റ് എന്നുള്ള ക്യാരക്ടർ തിലകൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നത്, നിങ്ങൾ എഴുതിത്തരൂ, നിങ്ങൾ എഴുതാത്തതിന് ബുദ്ധിമുട്ടില്ല, ഞാൻ ആൾറെഡി പരസ്യം ചെയ്തുള്ളൂ. അപ്പം ചോദിക്കുന്നു, നീ എന്നോട് പരസ്യം ചെയ്യാൻ ആരാ പറഞ്ഞത്? ഞാൻ എഴുതുന്നില്ല എന്ന് വെച്ചാൽ മതി. ആ സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ആ സിറ്റുവേഷനിൽ നമ്മൾ എത്തണമെങ്കിൽ ഒരുപാട് കാലം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു, മുടിയൊക്കെ നരച്ചുകൊണ്ടിരിക്കുന്നു, പറ്റുന്ന ഒരു വാക്കിംഗ് സ്റ്റിക്ക് കൂടി നമ്മൾ കയ്യിൽ കരുതേണ്ടിയിരിക്കുന്നു. ആ സമയം ആകുമ്പോഴേക്ക് നമുക്ക് ആ ലെവലിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതിനു മുന്നേ നമ്മൾക്ക് നമ്മുടെ എഴുത്തിന് വില ഉണ്ടാകുന്നത് നമ്മളെ വില അറിഞ്ഞാലേ നമ്മൾക്ക് വില ഉണ്ടാവുള്ളൂ. അതിൽ ഞാൻ പറഞ്ഞതിന് വ്യത്യാസം ഉണ്ടെങ്കിൽ രമേശ് പറയട്ടെ, അതിൽ നിന്നുള്ള വ്യത്യാസം ഉണ്ട്. പബ്ലിഷർ നമ്മളെ ഊറ്റുകയാണ്, നമ്മളെ പറ്റിക്കുന്നത് ഞാൻ പറയില്ല, നമ്മളെ ഊറ്റുകയാണെന്നുള്ളൊരു സത്യം പബ്ലിഷറുകാരെ സമ്മതിക്കില്ല. അവർക്ക് എഴുത്തിനോട് സ്നേഹമില്ല, അവർക്ക് ഗാന്ധി തലയോടാണ് അവർക്ക് താല്പര്യം. അവർക്ക് അത് കിട്ടിയാൽ മതി. അതുണ്ടെങ്കിൽ അവർ ഏത് പുസ്തകവും പബ്ലിഷ് ചെയ്യുന്നതിന്റെ സിറ്റുവേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഈയിടെ ഒരു പുസ്തകം ഞാൻ കഴിഞ്ഞൊരു ഫംഗ്ഷനിൽ ഒരു പുസ്തകം വായിച്ചു. പേര് പറഞ്ഞാലും കുഴപ്പമില്ല, ആരും വായിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, ഓക്കെ, അത് കവിതയാണ്. കവിത ആണ് അവർ പറയുന്നത്. പക്ഷെ എനിക്ക് കവിത തോന്നില്ല. ഞാൻ കവിത വായിക്കുന്നതാണ്, പക്ഷെ കവിത എഴുതാറില്ല എന്നുള്ളൂ. എനിക്ക് കവിതയായി തോന്നിയില്ല. ഞാൻ എന്ത് ചെയ്യണം? അത് സിറ്റുവേഷനാണ്. ഈ കഴിഞ്ഞ 2 വർഷം മുമ്പ് ഒരു സലീം സാറിന് അറിയുന്ന സംഭവമാണ്. ഒരാളുടെ കവിത ഒരാൾ ട്രാൻസ്ലേറ്റ് ചെയ്തു. എന്നിട്ട് ചോദിച്ചു, ഇത്രയും മോശം കവിതയാണോ അയാൾ എഴുതിയതെന്ന് ചോദിച്ച ആള് കർണാടകയിലുണ്ട്. അത് അപ്പം ഒരാൾ മറുപടി പറഞ്ഞു, ഇത് കവിതയുടെ കുറ്റമല്ല, അത് ട്രാൻസ്ലേറ്റ് ചെയ്തതിന്റെ കുറിപ്പാണ് കുറ്റമെന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുപോലുള്ള സംഭവങ്ങൾ നമ്മൾക്ക് ഇപ്പം സജീവ് പറഞ്ഞ പോലെ ആ എഴുത്തിന്റെ വില നമ്മൾക്ക് അറിഞ്ഞുകൊണ്ട് അക്ഷരത്തിനോട് സ്നേഹം തോന്നിയിട്ട് എഴുതുക. കഴിഞ്ഞ രണ്ട് മീറ്റിങ്ങിന് മുമ്പ് രമേശ് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അക്ഷരത്തിനോടുള്ള പ്രേമം, അക്ഷരത്തിനുള്ള സ്നേഹമാണ് എൻ്റെ എഴുത്തിലേക്ക് നയിച്ചത്. അതാവണം. അതായില്ലെങ്കിൽ ഈ ബിസിനസ്സുകാർ, ഈ പബ്ലിഷർമാർ അക്ഷരത്തെ സ്നേഹിക്കാതെ പബ്ലിഷിംഗ് ചെയ്ത് എന്തുവാണ്? ഗാന്ധിത്തല മാത്രമാണ്. ഗാന്ധിത്തല, ജോർജ് കുട്ടി. ഓക്കെ, അത് തന്നെയാണ്. കാശ് തന്നെയാണ് എല്ലാവർക്കും മുഖ്യം. അപ്പൊ 2025 ബുക്കിന്റെ കാര്യം ഞാൻ അങ്ങനെയാണ് തുടങ്ങിയത്. അപ്പോൾ 2025 4 പുസ്തകം ഇറക്കിയിരുന്നു. ആ 4 പുസ്തകങ്ങൾ വളരെ ചുരുക്കം ആൾക്കാർക്ക് വരുള്ളൂ. 4 പുസ്തകങ്ങൾ ഒരു എഴുതിയെന്നുള്ളൊരു ആർക്കറിയാൻ ചാൻസ് ഇല്ല. ഇപ്പൊ എൻ്റെ 11 പുസ്തകങ്ങൾ ഞാൻ തന്നെ പബ്ലിഷ് ചെയ്തു. ആർക്കറിയാൻ പറ്റും? ആർക്കറിയാൻ ചാൻസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കും ഒക്കെ ഈ റെക്കോർഡ് ഏഷ്യ ബുക്ക് റെക്കോർഡ്സ് അല്ലെങ്കിൽ ഇന്ത്യ ബുക്ക് റെക്കോർഡ്സ് അവരുടെ റെക്കോർഡ്സ് വിളിച്ചു തന്ന് അവർക്ക് കണക്കുണ്ട്. കാരണം ഇത് അവരുടെ ബിസിനസ്സാണ്, അവരുടെ ബിസിനസ് നോക്ക്. ഓക്കെ, അപ്പൊ അവർ തലവേദന ഇവനിത്ര കൊള്ളാതെ അവനൊരു അവാർഡ് കൊടുക്കാം, അവൻ വിളിച്ചു നോക്കാം, അവൻ്റെ പ്രോസസ്സിംഗ് ഫീ അവർക്ക് കിട്ടും. ബിസിനസ്സാണ്. ഇപ്പൊ അക്ഷരങ്ങളെല്ലാം എഴുത്തെല്ലാം എല്ലാം ബിസിനസ്സായി. ആ ബിസിനസ് നമ്മൾ എഴുത്തുകാരൻ പഠിച്ചേ പറ്റുള്ളൂ. അതിന് മാനേജ്മെന്റ് പഠിക്കണം, മാനേജ്മെന്റ് തിയറി പഠിക്കണമെന്നും അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, സെയിൽസ് മാനേജ്മെന്റ് പഠിക്കണമെന്നൊന്നുമില്ല. നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. ഞാൻ ഈയിടെ അവരോട് പറഞ്ഞതാണ്, നമ്മൾ അങ്ങോട്ട് കാശ് കൊടുക്കുന്ന സമയത്ത് അവർക്ക് കാശിന് വിലയുണ്ട്, പക്ഷെ നമ്മൾക്ക് കിട്ടുന്ന സമയത്ത് ആ കാശിന് വിലയില്ലേ? അത് കാശല്ലേ? അപ്പൊ നമ്മുടെ പുസ്തകം കൊടുക്കുന്ന സമയത്ത്
പലരും ഒക്കെ നമ്മൾ ഇഷ്ടം കൊണ്ട് സ്നേഹം കൊണ്ട് നമ്മൾ പുസ്തകങ്ങൾ ഒരുപാട് കൊടുക്കാറുണ്ട്, ഒരുപാട് ലൈബ്രറിയിൽ നമ്മൾ പുസ്തകം കൊടുക്കാറുണ്ട്. അതിന് കാശും പ്രതീക്ഷിച്ചിട്ടുമല്ല. നമ്മൾ കാശിന് വില കൽപ്പിക്കേണ്ടിയിരിക്കുന്നു. എഴുത്തുകാരെ നമ്മളെ തന്നെ റെസ്പെക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. അതേസമയം നമ്മളെ തന്നെ വിൽക്കേണ്ടിയിരിക്കുന്നു. വി ഷുഡ് മാർക്കറ്റ് അവർ സെൽഫ് എന്നുള്ളതാണ് മാനേജ്മെന്റ് വാല്യൂ തിയറി. നമ്മളെ വിൽക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മളെവിടെ ഫെയിലായി. സന്ദീപ് പറഞ്ഞ പോലെ ഞാൻ നമുക്ക് മാർക്കറ്റിംഗ് ഫീൽഡിൽ നിന്ന് വന്നിട്ട് ഞാൻ ഇതിലേക്ക് കയറുന്ന സമയത്ത് ഒരുപാട് പഠിക്കുന്നുണ്ടായിരുന്നു, ക്യാമറയുടെയും എഡിറ്റിങ്ങിന്റെയും എല്ലാം. പക്ഷെ ഇന്ന് ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ എഡിറ്റിംഗ് ചെയ്യാറുണ്ട്, ഞാൻ സിനിമ എഡിറ്റിംഗ് ചെയ്യാറുണ്ട്, ക്യാമറ കൊണ്ട് നടക്കാറുണ്ട്. പക്ഷെ ഞാൻ ക്യാമറ കൊണ്ട് നടക്കുന്നതിന് ഒരു പരിധി, ഒരു ലിമിറ്റ് വെച്ചു എന്നേ ഉള്ളൂ. അതെല്ലാം കലയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ. അതുകൊണ്ട് എഴുത്ത് എന്ന കല ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിന് കൂടെ മറ്റു കലകളും കൂടെ കൂടുന്നു എന്നാണ് പറയാനുള്ളത്. അപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വളരെ വളരെ നന്ദിയുണ്ട്. ഇത് ഞാൻ വെറുതെ പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഈ നന്ദി പറച്ചിൽ വെറും പ്രഹസനത്തിന് വേണ്ടി പറഞ്ഞതല്ല, ഞാൻ ശരിക്കും ഹൃദയം തൊട്ട് പറയുന്നതാണിത്. അതിന്റെ കാരണം ഇപ്പൊ എല്ലാവരും ഇവിടെ വന്നവരും എല്ലാവരും ഞാൻ നേരിട്ട് സംസാരിക്കുന്നവരും എവിടെയെങ്കിലും പ്രോഗ്രാം കാണുന്നവരാണ്. അതുകൊണ്ട് ഓരോരാളായി വിളിച്ച് പറയേണ്ടത് ആവശ്യം. ഇപ്പം ലാലി മേഡം പറഞ്ഞതുപോലെ ഞാൻ പുസ്തകം വായിച്ചിട്ടില്ല, എന്നാലും എൻ്റെ പുസ്തകങ്ങൾ വായിക്കാറുണ്ട് എന്ന് പറയുന്നത് അത് എൻ്റെ എഴുത്തിന്റെ മഹത്വം കൊണ്ട് മാത്രമല്ല, എന്നോടൊരു ഇഷ്ടവും അതിന് ഞാൻ കാണുന്നുണ്ട്. അപ്പൊ അതുപോലെ നിങ്ങൾ വന്നത് ഒരാൾക്ക് അച്ഛനും സുഖമില്ല, കുറച്ചുകൊണ്ട് വന്നിട്ടും വളരെ ദൂരം വന്നിട്ടും ഇതിന് വന്നത് തീർച്ചയായും എൻ്റെ എഴുത്തിനോടുള്ള സ്നേഹം തന്നെയാണെന്ന് എനിക്കറിയാം. ഇപ്പോൾ ഈ പ്രോഗ്രാമിനെ വേറെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട്, ഈ കീഴിൽ കഴിഞ്ഞ ഒരു സാഹിത്യ കൂട്ടായ്മയെ അതിലെത്ര പേരുണ്ടായിരുന്നു നിങ്ങൾക്കറിയാം. അത്രത്തോളം ഞാൻ ആളുകളെ പ്രതീക്ഷിക്കുന്നില്ല ഇവിടെ. കാരണം അതൊരു ബിസിനസ്സായി. അപ്പൊ ബിസിനസ്സിൽ താല്പര്യമുള്ളവർ അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യുന്നു. അപ്പൊ അതിൽ വരാൻ നമ്മൾ പഠിക്കുന്ന സമയത്ത് പലരും എക്സ്ക്യൂസ് പറഞ്ഞിട്ടുണ്ട്. അച്ചാച്ചനെയൊക്കെ 2 പ്രാവശ്യമൊക്കെ നമ്മൾ കൊടുക്കുന്ന ടീമുകളാണ് നമ്മൾ, ഇല്ലേ? അതുപോലെ ഇപ്പോഴേ ഞാൻ ഈ പരിപാടിക്ക് വിളിച്ച സമയത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എക്സ്ക്യൂസുകൾ, അതിന് വെറും എക്സ്ക്യൂസ് പറഞ്ഞ പോലെ ലെയിം എക്സ്ക്യൂസ്, നൊണ്ടി ന്യായങ്ങൾ തപ്പി നടന്ന ആൾക്കാർ നമ്മളെ സാഹിത്യ സദസ്സിൽ, ബാംഗ്ലൂർ സാഹിത്യ സദസ്സിലുണ്ട്. അവർക്ക് ന്യായങ്ങൾ പറയാൻ കിട്ടുന്നില്ല. പണ്ട് നമ്മൾ എക്സ്പീരിയൻസ് മറന്നുപോയി, ആ ക്യാരക്ടർ, ആ സ്വഭാവം നമ്മൾ മറന്നുപോയി. ഇപ്പൊ നമ്മൾ ന്യായങ്ങൾ തപ്പി നോക്കുകയായിരുന്നു ഞാൻ വിളിക്കുന്ന സമയത്ത്. ഇവിടെ ഞാൻ ഫോൺ വിളിച്ച സമയത്ത് നേരിട്ട് വിളിക്കാത്തവരായിരിക്കും വരാത്തത് എന്ന് കരുതി ഞാൻ വിളിച്ച സമയത്ത് ഫോൺ എടുക്കാതിരിക്കുക. അത് നല്ല സ്വഭാവമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ആരും കരുതില്ല. ഫോൺ എടുക്കാൻ പറ്റില്ലെങ്കിൽ തിരിച്ചു വിളിക്കുക, അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കുക, അതിൽ കോൾ ബാക്ക് കഴിഞ്ഞില്ലേ, അല്ല MC ഞാൻ അല്ല സുഖമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തോളൂ. കഴിഞ്ഞ് മകരോടൊക്കെ അന്ന് ഞാൻ ഫോൺ വിളിച്ച സമയത്ത് ഞാൻ ടെമ്പിൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞു, മാറ്റർ കഴിഞ്ഞു. എത്ര ഈസിയാണ്. ആ ഫോൺ എടുക്കാൻ പോലും, ഫോൺ ആൻസർ ചെയ്യാൻ പറ്റും, മെസ്സേജ് അയക്കാൻ പോലും കഴിയാത്ത ആൾക്കാരാണ് നമ്മുടെ കൂടെ ഉള്ളത്. മലയാള മിഷൻ, അതും കൂടെ പറയണം, അതും കൂടെ ഞാൻ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. മലയാള മിഷനോട് വിരോധം ഉണ്ടായതുകൊണ്ടല്ല. മലയാള മിഷൻ എന്ന് പറഞ്ഞാൽ അതെന്തിനാണ്? കേരളത്തിന് പുറത്തുള്ള കുട്ടികളെയും ചെറുപ്പക്കാരെ ആരെയൊക്കെ മലയാളം പഠിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. മലയാളത്തെ ഉയർത്തിക്കൊണ്ടുവരിക. മലയാളത്തിൽ മിഷന്റെ ആൾക്കാർ ഞാൻ ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. അവരോട് ഞാൻ കാശ് വാങ്ങിയില്ല, എന്നോട് അവർ കാശ് വാങ്ങിയിട്ടുണ്ടോ? ഫോൺ എടുക്കാതിരിക്കാനും മെസ്സേജ് റിപ്ലൈ ചെയ്യാനും ഇല്ലല്ലോ. ഫോൺ എടുക്കാൻ എനിക്ക് വരാൻ സാധ്യതയില്ല. ഒരാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ പരിപാടി വന്നില്ല, എന്റെ പ്രയോറിറ്റി വേറെ ആയിരുന്നു. ഓക്കെ, ആയിരിക്കാം, പ്രയോറിറ്റി വേറെ ഉണ്ടാകാതിരിക്കാം, ഞാൻ തടസ്സം പറയുന്നില്ല. പക്ഷെ ഫോൺ എടുക്കാതിരിക്കുക. നിങ്ങൾ പിന്നെ മലയാള മിഷൻ, ഞാൻ ഭയങ്കര ഭക്തിയുള്ളവരാണെന്ന് പറഞ്ഞിട്ട് അമ്പലത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ പള്ളിയെ കുറിച്ചോ അല്ലെങ്കിൽ ചർച്ചിനെ കുറിച്ചോ മോശം പറഞ്ഞാലും എന്തായിരിക്കും സ്ഥിതി? അല്ലെ, ഒരു രാഷ്ട്രീയക്കാർ പറയാണ് ഞാൻ സത്യസന്ധനാണെന്ന് പറഞ്ഞാൽ സ്ഥിതി എന്തായിരിക്കും? അല്ലെങ്കിൽ ഒരു വേശ്യ ഞാൻ ചരിത്രവതിയാണെന്ന് പറഞ്ഞ സ്ഥിതി എന്തായിരിക്കും? അതേപോലെയാണ് ഈ മലയാള മിഷനും കൊണ്ട് പൊക്കി കിടക്കുന്നത്. മലയാളം പ്രോഗ്രാമിൽ വരാൻ പറ്റില്ല. വേണ്ട, എല്ലാവരും വരട്ടെ, ഒരാൾക്ക് വരാൻ പാടില്ലേ? അങ്ങനെയുള്ള സിറ്റുവേഷനാണ്. എന്ത് സാഹിത്യത്തെ ഉദ്ബോധിപ്പിക്കണമെന്ന് പറഞ്ഞ ആള് സാഹിത്യ പരിപാടിക്ക് പങ്കെടുക്കില്ല. എന്നെ വിളിക്കാറില്ല, ഞാൻ പോകാറില്ല. അതിൻ്റെ അത്ര ആവശ്യമുള്ളൂ. ഒരു ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടുകൊണ്ട് ഞാൻ പോകണമെന്നില്ല. ഓക്കെ, എൻ്റെ ശാരീരിക പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഒരുപാടുണ്ടെങ്കിലും തന്നെ ഞാൻ പോകാറുണ്ട്. ജയകുമാരേട്ടൻ എന്നോട് ചോദിച്ചു, നീ ഇന്നൊരു പ്രോഗ്രാം, നാളെ ഒരു പ്രോഗ്രാം ഉണ്ട്, നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്, അതിന് നീ പങ്കെടുക്കാറില്ല.
ഞാൻ പറഞ്ഞു എന്തിനാ ഞാൻ പോകുന്നത്, എന്നെ വിളിക്കാറില്ല, ഞാനതിന് കൂടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം മറന്ന് നമ്മൾ സാഹിത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ സാഹിത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് വേണം. ഞാൻ എഡിറ്റ് സിനിമ എഡിറ്റ് ചെയ്യാൻ സെറ്റപ്പെല്ലാം ഉണ്ടാക്കിയിട്ട് എല്ലാ സിസ്റ്റമെല്ലാം ഉണ്ടാക്കിയിട്ട് ഞാൻ എഡിറ്റിംഗ് ചെയ്യുക എന്ന് പറഞ്ഞ സ്ഥിതി എന്തായിരിക്കും, പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതുപോലെ നമ്മൾ സാഹിത്യത്തിന് പ്രവർത്തിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ സാഹിത്യത്തിന് കൂട്ടുകൂടണം, നമ്മൾ എന്നെയും കൂട്ടണം എന്നുള്ളതാണ് വസ്തുത. ഒരാളെ അവരെ ഡിസ്കാർഡ് ചെയ്യുക, ആ ഗ്രൂപ്പിൽ നിന്ന് അവരെ അകറ്റി നിർത്തുക എന്നുള്ളതല്ല നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സാഹിത്യത്തിന് വേണ്ടി നമ്മൾ കൂടെ നിൽക്കണം. ഇപ്പൊ മോഹനേട്ടന്റെ കാര്യം എന്ന് പറഞ്ഞാലേ, മോഹനേട്ടൻ അറിയാം, 19 വർഷമായിട്ട് ബാംഗ്ലൂരിൽ പാട്ട് പാടുന്നൊരു മനുഷ്യനാണ്. പല ഓക്കെ മോഹനേട്ടനെ വിളിച്ചാൽ പോകും, മറ്റൊരു ചെല്ലാറുണ്ട്. എന്നിട്ടും ഒരു അകറ്റി നിർത്തുക എന്നൊരു സംഭവത്തിന്റെ ആവശ്യമില്ല. നമ്മൾ ബാംഗ്ലൂരിലവരാണ്, ബാംഗ്ലൂരിൽ നമ്മളൊക്കെ നമ്മളെ ഉള്ളുന്നുണ്ട്. ഞാൻ ഒരു കാര്യം ഒറ്റ കാര്യം പറഞ്ഞത്, 2 മിനിറ്റ്സ്. നമ്മള് ഇവിടെ ബാംഗ്ലൂരിലെ എഴുത്തുകാരെ അല്ല ബാംഗ്ലൂരിലെ കലാകാരന്മാരെ ബാംഗ്ലൂരിലുള്ളവർ തന്നെ സഹായിക്കണം, സപ്പോർട്ട് ചെയ്യണം. അല്ലാതെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു രാഷ്ട്രീയ ചായവിലോ, പ്രത്യേകിച്ച് രാഷ്ട്രീയ ചായവിലോ അല്ലെങ്കിൽ മതച്ചായവിലുള്ളവരെ കൊണ്ടുവന്നിട്ട് എല്ലാ കാര്യം അവർക്ക് ചെലവ് കൊടുത്ത് 5 സ്റ്റാർ അക്കോമഡേഷൻ 4 സ്റ്റാർ അക്കോമഡേഷൻ കൊടുത്ത് ഇവിടെ താമസിച്ചുകൊണ്ട് നമ്മൾക്ക് ബാംഗ്ലൂരിലുള്ളവർക്ക് ബാംഗ്ലൂരിലെ അല്ല കർണാടകയിലെ വായുവും വെള്ളവും ഉപയോഗിച്ച് ബാംഗ്ലൂരിലെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാതെ നാട്ടിൽ കലാകാരന്മാരെ കൊണ്ടുവരിക എന്നുള്ളത് മോശമാണ്. നമ്മളോട് ചെയ്യുന്ന തെറ്റാണ്, നമ്മളോട് ചെയ്യുന്ന ചതിയാണ്. നമുക്ക് നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ വേറെ കാര്യം കൂടെ പറഞ്ഞുതരാം. ബാംഗ്ലൂരിലെ കലാകാരന്മാർക്ക് ബാംഗ്ലൂരിൽ വേറെയും എവിടെയും ഇത് കിട്ടാറില്ല. വളരെ അപൂർവം ആൾക്കാർക്ക് ചാൻസ് കിട്ടാറുള്ളൂ. കാരണം നമ്മളിവിടെ വന്ന് ജോലി ചെയ്യാനും സമ്പാദിക്കാനും കുട്ടികളെ വളർത്താനും കുട്ടികൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാനും വേണ്ടിയാണ്. അതിനാണ് നമ്മുടെ ശ്രദ്ധയും പ്രയോറിറ്റി അതാണ്. അതുകൊണ്ട് നമ്മൾ അതിനായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടി ഈ എഴുത്ത് എന്നുള്ള കലയിലേക്കും അല്ലെങ്കിൽ മറ്റുള്ള കലയിലേക്കും നമ്മൾ അധികം ചെല്ലാറില്ല. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലത്തെ സമുന്നതരായ രാഷ്ട്രീയ നേതാക്കളായിക്കോട്ടെ സാഹിത്യകാരന്മാരായിക്കോട്ടെ ബാംഗ്ലൂരിലെ എന്ന് മാത്രമല്ല മറ്റു സിറ്റികളിലത്തെ ചെന്നൈ ആയിക്കോട്ടെ മുംബൈ ആയിക്കോട്ടെ ആ സിറ്റികളിലത്തെ കലാകാരന്മാർക്ക് ഒരു സൈഡാക്കുന്ന ഒരു സ്വഭാവം അത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. അതല്ല നമ്മൾ ബാംഗ്ലൂരിലെ കലാകാരന്മാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. കഥകളായിക്കോട്ടെ ഓട്ടമുള്ളായിക്കോട്ടെ വയലിനായിക്കോട്ടെ ഓട്ടമുള്ളായിക്കോട്ടെ എന്തായിക്കോട്ടെ ഇവിടെ കലാകാരന്മാരുണ്ട്, നമ്മളെ സഹായിക്കാൻ നമ്മളെ ഉള്ളൂ എന്നുള്ളത് ബോധം ഉണ്ടാവണം. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അവർ ഷോക്കേസ് കാണിച്ചിട്ട് അവരുടെ ഇത് പല ബ്ലാബറിംഗ് കേൾക്കാനല്ല നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇത് കൂടുതൽ സമയം എടുക്കുന്നില്ല, കഴിഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളത്. എല്ലാവർക്കും വളരെ വളരെ നന്ദിയുണ്ട്. വന്നവർക്കും ഞാൻ എഴുതി പറയുന്നില്ല. ഇപ്പം കുറച്ച് നേരത്തെ പോയവരുണ്ട്, അവർക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവർക്കും വളരെ വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്.